നമസ്കാരം. രണ്ട് ദിവ്യ ഇലകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ഇല ആലിലയാണ്, രണ്ടാമത്തെ ഇല ആര്യവേപ്പിന്റെ ഇലയാകുന്നു. ഈ രണ്ട് ദിവ്യ ഇലകളിൽ ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ഇല തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഇലയായ ആലിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലപ്പോഴും വിചാരിച്ചതായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോകുന്നവരാണ് നിങ്ങൾ. വിചാരിച്ചതുപോലെ തന്നെ ആ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അതിനാൽ പലപ്പോഴും നിരാശയിലുള്ള അഥവാ നിരാശ തോന്നുന്നതായ വ്യക്തികളാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടും പലപ്പോഴും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ വഴക്കുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. സൗഹൃദം നഷ്ടപ്പെടുകയോ താൽക്കാലികമായി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുന്നതായ സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എത്ര തന്നെ ശ്രമിച്ചാലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. കുടുംബത്തിൽ സമാധാനം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സമ്പത്തും സമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ധനപരമായോ അല്ലാതെയോ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ത്യാഗങ്ങൾ വളരെയേറെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇപ്പോഴും പലവിധ ത്യാഗങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ പലപ്പോഴും ആർക്കു വേണ്ടിയാണോ ത്യാഗങ്ങൾ ചെയ്തത്, ഏത് കാര്യത്തിന് വേണ്ടിയാണോ എങ്കിൽ പോലും ആ കാര്യങ്ങൾ പലരും മറന്നു പോകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും തിരികെ ലഭിക്കാത്തതായ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കേണ്ടതായ സ്നേഹം പോലും പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആരുമായി യോജിച്ച് പോകുവാൻ താല്പര്യപ്പെടുന്നവരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് പലപ്പോഴും പലയിടങ്ങളിലും കാലിടറുന്നു എന്നതാണ് വാസ്തവം. എന്ത് കാര്യവും ആലോചിച്ച് ചെയ്യുവാൻ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലരും പുറമെ കാണുന്നത് പോലെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ തിരിച്ചടികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും പ്രശംസയോ അംഗീകാരങ്ങളോ താല്പര്യമില്ലാത്തതായ വ്യക്തികളാണ് എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഏത് പ്രശ്നങ്ങൾക്കാണ് എങ്കിൽ പോലും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം തിരിച്ചറിവുകൾക്കും അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ തന്നെ ഊർജ്ജസ്വലതയോടെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആവശ്യമായ സഹായങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അർഹിക്കുന്നതായ രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ സഹായങ്ങൾ
ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വ്യക്തികളും ആപത്തിൽ നിങ്ങളെ സഹായിച്ചു എന്ന് വരാം. കൂടാതെ ദുഃഖങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആ ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇപ്പോൾ നേരിടുന്നതായ ആ തിരിച്ചടികൾ താൽക്കാലികമാണ് എന്നും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ ശുഭപ്രതീക്ഷകളോടെ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ഇലയായ ആര്യവേപ്പിന്റെ ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈശ്വരാധീനം ജീവിതത്തിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. ഈശ്വരാധീനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നിത്യവും പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. പെട്ടെന്ന് തന്നെ അത് സംഭവിക്കില്ല എങ്കിൽ പോലും ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും പലവിധ ചിന്തകളാലും ആ പരിഹാരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല ചിന്തകൾ ഒഴിവാക്കുവാനും ശരിയായ രീതിയിൽ ആ ചിന്തകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എപ്രകാരം മുന്നോട്ട് പോകണം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മനസ്സറിഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ചില വ്യക്തികൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ ഏവരെയും തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരെല്ലാം ഒപ്പം നിൽക്കും എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. അത് ഉറപ്പിക്കേണ്ടതും അനിവാര്യമാകുന്നു. ഉടനെ പരിഹാരം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ ഏത് കാര്യം കൺമുൻപിൽ വന്നാലും അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ അനുഗ്രഹം വന്നു ചേരുകയും ഇഷ്ടദേവതയുടെ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല തെറ്റുകളും നിങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അത് തെറ്റിദ്ധാരണകളാലോ അല്ലെങ്കിൽ വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഇല്ലാത്തതിനാൽ തന്നെ അബദ്ധങ്ങളിൽ ചാടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളെ സഹായിക്കാനായി ചില വ്യക്തികൾ വരുന്നതിനോടൊപ്പം ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ എന്ന സംശയം അല്ലെങ്കിൽ കൈവിട്ടു പോയതായ ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും ആ കാര്യങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ച് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ശരിയാകുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ അനുഗ്രഹവും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകുന്നു. കൃത്യമായ സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങൾ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അത് തിരികെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകിയിരിക്കുന്നതായ സഹായം തിരികെ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പലരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ ചില ദുഃഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ എത്ര തന്നെ ശ്രമിച്ചാലും ശരിയാകാത്തതോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ കുടുംബത്തിലോ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അല്പമെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരുവാൻ ഈ സമയം സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കുന്നതാണ്. ക്രമേണ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഒരിക്കലും ക്ഷമ നശിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ കൂടി
കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.